ക്രോഷ്യ പഠിച്ചു തുടങ്ങിയ ടൈമിൽ ഞാൻ യാൺസ് ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അടുത്തുള്ള ഓരോ സ്റ്റോറുകളിൽ നേരിട്ട് പോയി കണ്ട് എനിക്കിഷ്ടമുള്ള കളറൊക്കെ നോക്കി അങ്ങനെയായിരുന്നു ഞാൻ യാൺസ് ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ച് ക്രോഷ്യ എന്നെക്കൊണ്ട് പറ്റും എന്നൊരു ലെവൽ എത്തിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് യാൺസ് മേടിക്കാം എന്നൊരു ഡിസിഷൻ എടുത്തത്. അങ്ങനെയാണ് ഞാൻ കുറച്ച് പ്ലഷീസ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം മുൻനിർത്തിക്കൊണ്ട് മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ സൈറ്റ് ത്രൂ കുറച്ച് അരാൺ ചിനയിൽ യാൺസ് ഒക്കെ പർച്ചേസ് ചെയ്തത്. ആൻഡ് അത് വെച്ചിട്ട് ഞാൻ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അരാൺ ചിനയിൽ യാൺ അല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് യാൺസ് മാജിക് നീഡിൽസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അരാൺ ചിനയിൽ യാൺ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ടെക്സ്ചറിൽ വരുന്ന ടൈപ്പ് ഓഫ് യാണാണ്. ഇത് മേടിച്ചിട്ട് നമുക്ക് തൊട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര റിലാക്സിങ് ആൻഡ് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് യാണാണ്. ആൻഡ് ഇതിൻ്റെ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ യാൺസിനേക്കാളും അക്രിലിക് യാൺസിനേക്കാളും കുറച്ചും കൂടി തിക്കാണ്. ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ച് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോട്ടൺ യാൺസിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ സ്പീഡിൽ നമുക്ക് പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ബിഗിനേഴ്സ് ഈ ടൈപ്പ് ഓഫ് യാൺസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങി ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ ആ യാൺ തിരിച്ചഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യാൺ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ദെൻ നമ്മൾ ആ യാൺ വെച്ചിട്ട് തന്നെ നമ്മുടെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ ഫൈനൽ ലുക്കിനെ അത് അഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ട്രാൻഡ്സ് കുറച്ചൊരു തിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്റ്റിച്ചസ് കണ്ടുപിടിക്കാനായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് കൗണ്ട് തെറ്റാനായിട്ടും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓരോ പ്രോജക്ട്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ത്രൂ ആണ് യാൺസ് മേടിച്ചത്. നിങ്ങൾക്ക് സൈറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് കൂടുതൽ ക്രോഷ്യ വീഡിയോസ് കാണാനും ക്രോഷ്യ ടിപ്സ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.